ലേവ്യ പുസ്തകം അധ്യായം 19. യഹോവ പിന്നെ മോശെയോട് അരുളിച്ചെയ്തു, നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടതെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ ഞാൻ വിശുദ്ധനാകുകയും നിങ്ങളും വിശുദ്ധരാക്കി. നിങ്ങൾ ഓരോരുത്തരും തന്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം, എൻ്റെ ശബ്ദങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് തിരിയരുത്, ദൈവന്മാരെ നിങ്ങൾക്ക് വാർത്തുണ്ടാക്കരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. യഹോവയ്ക്ക് സമാധാനയാഗം അർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അർപ്പിക്കണം. അർപ്പിക്കുന്ന ദിവസവും പിറ്റന്നാളും അത് തിന്നാം. 3-ാം ദിവസം വരെ ശേഷിക്കുന്ന തീയിലിട്ട് ചുട്ടുകളയണം. 3-ാം ദിവസം അത് തിന്നു എന്ന് വരികിൽ അത് അർപ്പാകുന്നു, പ്രസാദമാകുകയില്ല. അത് തിന്നുന്ന കുറ്റം വഹിക്കും. യഹോവയ്ക്ക് വിശുദ്ധമായത് അവൻ അശുദ്ധമാക്കിയല്ലോ, അവനെ അവൻ്റെ ജനത്തെ നിഷേധിച്ച് കളയണം. നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിൻ്റെ അരികെ തീർത്ത് കൊയ്യരുത്. നിന്റെ കൊയ്ത്തിൽ കാലാ പറിക്കുകയും അരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാലാ പറിക്കരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പറിക്കുകയും അരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുത്തൻ ഭോഷ്ക് പറയരുത്. എൻ്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവയാകുന്നു. കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്. അവൻ്റെ വസ്തു കവർ ചെയ്യുകയും അരുത്. കൂലിക്കാരൻ്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത്. ചെകിടനെ ശപിക്കരുത്. കുരുടിന് മുമ്പിൽ ഇടർച്ച വെക്കരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടണം. ഞാൻ യഹോവയാകുന്നു. ന്യായവിസ്താരത്തെ അന്യായം ചെയ്യരുത്. എളിയവൻ്റെ മുഖം നോക്കാതെയും വലിയവൻ്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരനെ നീതിയോട് ന്യായം വിധിക്കണം. നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ലേശനം പറഞ്ഞ് നടക്കരുത്. കൂട്ടുകാരൻ്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്. ഞാൻ യഹോവയാകുന്നു. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്. കൂട്ടുകാരൻ്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവന് താല്പര്യമായി ശാസിക്കണം. പ്രതികാരം ചെയ്യരുത്. നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വെക്കരുത്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. 2 തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്. നിന്റെ വയലിൽ കൂട്ടുകുത്ത് വിതയ്ക്കരുത്. 2 വക സാധനം കലർന്ന വസ്ത്രം ധരിക്കരുത്. ഒരു പുരുഷനെ നിയമിച്ചവളും വീണ്ടെടുക്കപ്പെടുകയോ സ്വാതന്ത്ര്യം കിട്ടുകയോ ചെയ്യാത്തവളുമായ ഒരു ദാസിയോടുകൂടെ ഒരുത്തൻ ശയിച്ചാൽ അവളെ ശിക്ഷിക്കണം. എന്നാൽ അവൾ സ്വാതന്ത്ര്യമില്ലാത്തവളായാൽ അവരെ കൊല്ലരുത്. അവനെ യഹോവയ്ക്ക് അകൃത്യാഗത്തിനായി സമാധാനം കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുവരണം. അവൻ ചെയ്ത പാപത്തിനായി പുരോഹിതൻ അകൃത്യാഗത്തിൻ്റെ ആട്ടുകൊറ്റനെ കൊണ്ട് അവന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ ചെയ്ത പാപം അവനോട് ക്ഷമിക്കും. നിങ്ങൾ ദേശത്തെത്തി ഭക്ഷണത്തിന് ഉതകുന്ന സകലവിധ വൃക്ഷങ്ങൾ നട്ട ശേഷം നിങ്ങൾക്ക് അവയുടെ ഫലം പരിശോധന കഴിയാത്തതുപോലെ ആയിരിക്കണം. അത് 3 സംവത്സരത്തേക്ക് പരിശോധന ഇല്ലാത്തതുപോലെ ഇരിക്കണം. അത് തിന്നരുത്. 4-ാം സംവത്സരത്തിൽ അതിൻ്റെ ഫലമെല്ലാം യഹോവയുടെ സ്വത്വത്തിനായിട്ട് ശുദ്ധമായിരിക്കണം. 5-ാം സംവത്സരത്തിലോ നിങ്ങൾക്ക് അതിൻ്റെ ഫലം തിന്നാം. അങ്ങനെ അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് വർദ്ധിച്ചു വരും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. രക്തത്തോടു കൂടിയുള്ളത് തിന്നരുത്. അഭിചാരം ചെയ്യരുത്. മുഖത്ത് നോക്കരുത്. നിങ്ങളുടെ തലമുടി ചുറ്റും കുളമ്പ് ഓടിക്കരുത്. താടിയുടെ അറ്റം വിരൂപമാക്കരുത്. മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. മെയ്മേൽ പച്ച കുത്തരുത്. ഞാൻ യഹോവയാകുന്നു. ദേശം വേശ്യാവൃത്തി ചെയ്ത് ദുഷ്കർമ്മം കൊണ്ട് നിറയാതിരിക്കേണ്ടതിന് നിന്റെ മകളെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്. നിങ്ങൾ എൻ്റെ ശബ്ദങ്ങൾ പ്രമാണിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദിരത്തോട് ഭയഭക്തിയുള്ളവരായിരിക്കും വേണം. ഞാൻ യഹോവയാകുന്നു. ഒളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെ അടുക്കൽ പോകരുത്. അവരാലസ്യത്തിലായി തിരുവനന്തപുരം അവരെ അന്വേഷിക്കുകയും വരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. മരിച്ചവൻ്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധൻ്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. ഞാൻ യഹോവയാകുന്നു. പരദേശിനോടുകൂടി നിങ്ങളുടെ ദേശത്ത് പാർത്താൽ അവനെ ഉപദ്രവിക്കരുത്. നിങ്ങളോടുകൂടി പാർക്കുന്ന പരദേശി നിങ്ങൾക്ക് സ്വദേശിയെ പോലെ ഇരിക്കണം. അവനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നിങ്ങൾ മിശ്രം ദേശ പരദേശികളായിരുന്നല്ലോ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ന്യായവിസ്താരത്തിലുള്ള അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത്. ഒത്ത തുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഞാൻ നിങ്ങളെ മിശ്രം ദേശത്തും പുറപ്പെടുവിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ എൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ച് അനുസരിക്കണം. ഞാൻ യഹോവയാകുന്നു.